അടുത്ത ക്വസ്റ്റ്യൻ പ്രൂവ് ബൈ ഇൻഡക്ഷൻ n into n plus 1 into 2n plus 1 is divisible by 6 for all natural numbers. n into n plus 1 into 2n plus 1 is divisible by 6. അപ്പോൾ ആദ്യം n-ന് 1 കൊടുത്താൽ p1 എന്ന് പറഞ്ഞാൽ 1 into 1 plus 1 into 2 into 1 plus 1 is divisible by 6. ഇപ്പോൾ 1 into 2 into ഇത് 2 into 1 2 plus 1 3 എന്ന് വരും. അപ്പോൾ 1 into 2 into 3 is divisible by 6. 6 is divisible by 6. അപ്പോൾ ട്രൂ ആണ്. 6നെ 6 കൊണ്ട് ഹരിക്കാം, പൂർണ്ണമായിട്ടും ഹരിക്കാവുന്നതാണ് divisible by 6. therefore P1 is true. അതാണ് ഒന്നാം ഘട്ടം. അത് പിന്നെ ആർക്കും ചെയ്യാം. P1 is true. ഇനി നമ്മൾ P of K ആണ് ചെയ്യാൻ പോകുന്നത്. P of K എഴുതാൻ പോവാണ്. P of K ആർക്കും എഴുതാം. n-ന് പകരം K ആണ് കൊടുത്തേച്ചാൽ മതി. അപ്പോൾ P of K is true നമ്മൾ അസ്യൂം ചെയ്യാം. അപ്പോൾ ഇവിടെ K into K plus 1 into 2K plus 1 is divisible by 6. K into K plus 1 into 2K plus 1 is divisible by 6. divisible by 6 എന്നുള്ള നമ്മൾ 6D എന്ന് എഴുതാം. അവിടെ വരെ ആർക്കും എഴുതാം, അതുപോലെ ഒരു പ്രശ്നമില്ല. K into K plus 1 into 2K plus 1 is equal to 6D. P of K plus 1 നമ്മൾ എഴുതാൻ പോകുന്നത്. P of K plus 1 P of K plus 1 എന്ന് പറഞ്ഞാൽ K-നെ സ്ഥാനത്ത് K plus 1 കൊടുക്കുമ്പോൾ K plus 1 into K plus 1 plus 1 ഉണ്ടാവും into 2 into K plus 1 plus 1 is divisible by 6. ഇതാണ് P of K. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇത് ഒന്നുകൂടി മാറ്റിയാൽ K plus 1 into K plus 2 into 2K plus 2 plus 1 അല്ലേ. 2K plus 2 plus 1 is divisible by 6. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. K plus 1 into K plus 2 into 2 into K plus 1 plus 1 is divisible by 6. അല്ലെങ്കിൽ 2K plus 3 is divisible by 6. അല്ലെങ്കിൽ 2K plus 2 plus 1 is divisible by 6. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഈ ക്വാണ്ടിറ്റിനെ divisible by 6 എന്ന് പ്രൂവ് ചെയ്താൽ P of K plus 1 is true എന്നായി. ഇപ്പോൾ P of K എഴുതി ഈക്വൽ 6D എന്ന് എഴുതാൻ അതിന് പറയേണ്ട ആവശ്യമില്ല. പിന്നെ P of K plus 1 എഴുതി, പിന്നെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് K plus 1 into K plus 2 എന്നാക്കി, ഇത് 2K plus 2 plus 1 ആക്കി. നമ്മളിത് മാത്രം ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മാത്രം എടുത്ത് ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് ഇങ്ങനെ പോയിട്ട് അത് ഡിവിസിബിൾ ബൈ 6 എത്തിക്കുകയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ ഇക്വേഷൻ നമ്പർ 1 നമ്മളൊന്ന് മാറ്റിയതാണ്. ഇക്വേഷൻ നമ്പർ 1 ഞാൻ സൈഡിലേക്ക് ഒന്ന് മാറ്റിയതാണ്. ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞാൽ K into K plus 1 into 2K plus 1 is equal to 6D. K into K plus 1 into 2K plus 1 is equal to 6D. ഇതാണ് ഇക്വേഷൻ നമ്പർ 1. നമുക്ക് ആവശ്യമുണ്ടാവും. ഇനി P of K plus 1 ഒന്ന് എഴുതി വെക്കാം. P of K plus 1 ഈ സൈഡ് എന്ന് പറഞ്ഞാൽ K plus 1 into K plus 2 into K plus 1 into K plus 2 into 2K plus 3 എന്ന് എഴുതാം, അല്ലെങ്കിൽ 2K plus 1 plus 2 എന്ന് എഴുതാം. അങ്ങനെയൊക്കെ എഴുതാം. 2K plus 1 plus 2 എന്ന് എഴുതാം, 2K plus 2 plus 1 എന്ന് എഴുതാം, അല്ലെങ്കിൽ 2K plus 1 plus 2 എന്ന് എഴുതാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്കറിയാം നേരത്തെ നമ്മൾ പണ്ട് പഠിച്ച റിസൾട്ട് ഉണ്ട്. A into B plus C എന്ന് പറഞ്ഞാൽ A into B plus A into C എന്നാണ്. ചെറിയ ക്ലാസ് പഠിക്കുക. A into B plus A into C. A into B plus C എന്ന് പറഞ്ഞാൽ A into B plus A into C എന്നാണ്. ഇതാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് കേട്ടോ. ചെറിയ റിസൾട്ടാണ്. A into B plus C is equal to A into B plus A into C. ഇവിടുത്തെ A ഇതാണ് ഇവിടുത്തെ A, ഇതാണ് ഇവിടുത്തെ B, ഇതാണ് ഇവിടുത്തെ C. ഇതാണ് ഇവിടുത്തെ A, ഇതാണ് ഇവിടുത്തെ B,
ഇതാണ് അടുത്ത സി. അങ്ങനെയാണ് എ ഇൻറ്റു ബി പ്ലസ് സി സികൾ എ ഇൻറ്റു ബി പ്ലസ് സി സികൾ എ ഇൻറ്റു ബി പ്ലസ് എ സി അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? അങ്ങനെ അങ്ങോട്ട് എടുക്കും, അങ്ങനെ അങ്ങോട്ട് എടുക്കും. അപ്പോൾ എന്താ വരിക? കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ഇൻറ്റു 2k പ്ലസ് 1 പ്ലസ് കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ഇൻറ്റു 2 ഉണ്ടാവും. ആ റിസൾട്ട് മാത്രം അപ്ലൈ ചെയ്തിട്ട് എ ഇൻറ്റു ബി പ്ലസ് സി സികൾ എ ഇൻറ്റു ബി പ്ലസ് എ ഇൻ സി മാത്രമാണ് അപ്ലൈ ചെയ്ത്. അപ്പോൾ കിട്ടുന്നത് കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ഇൻറ്റു 2k പ്ലസ് 1 വീണ്ടും കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ഇൻറ്റു 2 എന്നുള്ളൊരു ഇക്വേഷൻ വരും. എ ഇൻറ്റു ബി പ്ലസ് എ ഇൻറ്റു സി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ 2k പ്ലസ് 1 ഒന്ന് ഇങ്ങോട്ട് മാറ്റിയിട്ട് ഇവിടെയുള്ള 2k പ്ലസ് 1 ഉണ്ടല്ലോ. അപ്പോൾ കെ പ്ലസ് 1 ഇൻറ്റു 2k പ്ലസ് 1 നടുക്കേക്കാക്കിയിട്ട് കെ പ്ലസ് 2 എന്ന് എഴുതി. പിന്നെ 2 ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2. 2 ഇങ്ങോട്ട് എഴുതിയെന്നുള്ളൂ. ഇനി അവിടെ കുഴപ്പമൊന്നുമില്ല. ഈ 2k പ്ലസ് 1 ഇങ്ങോട്ടാക്കി കെ പ്ലസ് 2 ഇങ്ങോട്ടാക്കി ഇവിടെ വീണ്ടും നമ്മൾ ഇത് എ ആയിട്ട് പരിഗണിക്കാം, ഇത് ബി ആയിട്ടും ഇത് സി ആയിട്ടും പരിഗണിച്ചാൽ വീണ്ടും എ ഇൻറ്റു ബി പ്ലസ് സി സികളും എ ഇൻറ്റു ബി പ്ലസ് എ ഇൻറ്റു സി വീണ്ടും അപ്ലൈ ചെയ്യുമ്പോൾ കെ പ്ലസ് 1 ഇൻറ്റു 2k പ്ലസ് 1 ഇൻറ്റു കെ വീണ്ടും കെ പ്ലസ് 1 ഇൻറ്റു 2k പ്ലസ് 1 ഇൻറ്റു 2 പിന്നെ ഒരു 2 ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 അങ്ങനെ ഉണ്ടാവും. വീണ്ടും ഇവിടെ എ ഇൻറ്റു ബി പ്ലസ് സി സികൾ എ ഇൻറ്റു ബി പ്ലസ് എ ഇൻറ്റു സി ഇവിടെ അപ്ലൈ ചെയ്ത് മൊത്തം എ ആണ്. ഇത് ഇൻറ്റു ഇത് പിന്നെ ഇത് ഇൻറ്റു സി. അപ്പോൾ കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ഇൻറ്റു കെ പ്ലസ് കെ പ്ലസ് 1 ഇൻറ്റു 2k പ്ലസ് 1 ഇൻറ്റു 2 അങ്ങനെ സ്റ്റെപ്പിലേക്ക് എത്തി. ഇപ്പോൾ ഇവിടം വരെ ഇതെന്താ സംഭവം അറിയാം? കെ ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു 2k പ്ലസ് 1 കെ ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു 2k പ്ലസ് 1 ഇക്വേഷൻ നമ്പർ 1 നോക്കാം. കെ ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു 2k പ്ലസ് 1 6d എന്നാണ്. ഈ അടിയിൽ ഈ വരച്ചത് മൊത്തം എന്താണ്? 6d എന്നാണ്. 6d അതാണ് നമ്മളിനി അപ്ലൈ ചെയ്യാൻ പോകുന്നത്. 6d അപ്ലൈ ചെയ്യാൻ പോകണം. ലാസ്റ്റ് സ്റ്റെപ്പ് ഒന്ന് തുടങ്ങാൻ പോകണം. ഇത് ഇവിടം വരെ 6d ആണ്. പ്ലസ് പിന്നെ എന്തൊക്കെ ഉള്ളത്? കെ പ്ലസ് 1 ഇൻറ്റു 2k പ്ലസ് 1 ഇൻറ്റു 2 ഒരു കെ പ്ലസ് 1ഉം പിന്നെ ഒരു 2k പ്ലസ് 1ഉം ഒരു 2 അല്ലേ? ഒരു 2 പിന്നെ ഒരു കെ പ്ലസ് 1 ഒരു 2k പ്ലസ് 1 പിന്നെ അവിടെ ഒരു 2 ഒരു കെ പ്ലസ് 1 ഒരു കെ പ്ലസ് 2. ഇപ്പോൾ 6d എന്നുള്ളതൊന്ന് അപ്ലൈ ചെയ്ത് വേറെ ഒന്നും ചെയ്തില്ല. അടിയിൽ മാർക്ക് ചെയ്തതിന് പകരം 6d എന്ന് അപ്ലൈ ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് ടേബിൾ 2 ഇൻറ്റു കെ പ്ലസ് 1 കോമൺ ആണ്. 6d കഴിഞ്ഞാൽ പിന്നെയുള്ള ഈ ഇവിടെ ഇങ്ങോട്ടുള്ള ഈ ഇവിടെ ഒരു ടേം ഇവിടെ രണ്ട് ടേമിൽ 2 ഇൻറ്റു കെ പ്ലസ് 1 കോമൺ ആണ്. 2 ഇൻറ്റു കെ പ്ലസ് 1 പുറത്തെടുത്താൽ ഒരു 2k പ്ലസ് 1ഉം ഒരു കെ പ്ലസ് 2 ഉണ്ടാവും. 2ഉം കെ പ്ലസ് 1 പോയി. ഇപ്പോൾ 2k പ്ലസ് 1 2ഉം കെ പ്ലസ് 1 പോയി. പിന്നെ കെ പ്ലസ് 2 ഉണ്ടാവും. ഇങ്ങനെ സ്റ്റെപ്പാണ് നമുക്ക് കിട്ടി. നമ്മൾ ആ ബ്രേക്കറിനകത്തുള്ള നോക്കാം. എന്താ നോക്കാം? 6d 2 ഇൻറ്റു കെ പ്ലസ് 1 നമ്മൾ ഡിവിസിബിൾ ബൈ 6 എന്ന് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ എല്ലാത്തിനകത്തൊരു 6 കിട്ടിയായി. ഓരോ ടേമിൻ്റെ അകത്തൊരു 6 ഉണ്ടായാൽ തന്നെ എന്തായി? പിന്നെ അത് പുറത്തൊരു 6 പുറത്തെടുക്കാമല്ലോ. ഇപ്പോൾ 6നെ മൾട്ടിപ്ലൈ വരും. 6നെ മൾട്ടിപ്ലൈ വന്നാൽ വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ 6 അതിലേക്ക് നമ്മൾ പോകണം. ഈ 2k 3k നോക്കാം. 3k പ്ലസ് 3 ആയി. 2kയും kയും 3k 2ഉം 1ഉം 3 പുറത്തെടുക്കുക. അപ്പോൾ 6d 2 ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു 3 ഇൻറ്റു കെ പ്ലസ് 1 3 പോയാൽ കെ പ്ലസ് 1 ആയി. അപ്പോൾ 6 ആയി. അപ്പോൾ 6d ഇവിടെ 6 ഇൻറ്റു കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ ആയി. കെ പ്ലസ് 1 അപ്പോൾ വീണ്ടും 6 പുറത്തെടുക്കുക. അതോടുകൂടി നമ്മളെ പ്രോബ്ലം കംപ്ലീറ്റ് ആയി. 6 രണ്ടിലുണ്ട്. ഇപ്പോൾ ഡി ഇപ്പോൾ തന്നെ ആൻസറായി. ഡി ഇൻറ്റു കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ. ഇപ്പോൾ 6ൻ്റെ ഒരു മൾട്ടിപ്ലൈ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. 6ൻ്റെ വേറെ എന്തോ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആ 6ൻ്റെ മൾട്ടിപ്ലൈ അതിനർത്ഥം ഇതിനെ 6 കൊണ്ട് ഹരിക്കാം. വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ 6. അതോടുകൂടി നമ്മൾ ആൻസർ തന്നെ പൂർത്തിയായി. ദെർഫോർ പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ.
Therefore P of n is true for all natural numbers. ഇതൊക്കെ റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മെത്തേഡിലൂടെ ഇങ്ങനെ പോവുകയാണെങ്കിൽ സുഖമായി ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ ഫുള്ള് ചെയ്യുന്നില്ല, ഞാൻ P1 is true വരെ ചെയ്യുന്നുള്ളൂ. ഇതൊരു ക്വസ്റ്റ്യൻ അതാണ്. 10 raised to 2n minus 1 plus 1 is divisible by 11. ഞാൻ ഈ P1 മാത്രമേ ചെയ്യുന്നുള്ളൂ. P1 ഇത് Pn ആണ്. P1 എന്ന് പറഞ്ഞാൽ 10 raised to 2 into 1 minus 1 plus 1 is divisible by 11. ഇപ്പോൾ 10 raised to 2 into 1 2 minus 1 ആണ് 1. 10 raised to 1 plus 1 is divisible by 11. 10 raised to 1 ആണ് 10 plus 1 ആണ് 11 is divisible by 11. അപ്പോൾ P1 is 2 എന്ന് കിട്ടും. പിന്നെ P of k എഴുതി, പിന്നെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി സിംപ്ലിഫിക്കേഷൻ നടത്തി P of k plus 1 എഴുതി, അതിൽ അപ്ലൈ ചെയ്ത് അപ്പോൾ P of k plus 1 is 2 എന്ന് കിട്ടും. അതേപോലെ വേറെ ക്വസ്റ്റ്യനാണ്. 3 raised to 2n plus 2 minus 8n minus 9 is divisible by 8. എന്താ ക്വസ്റ്റ്യൻ? അതാണ് ക്വസ്റ്റ്യൻ. 3 raised to 2n plus 2 minus 8n minus 9 is divisible by 8. P1 is 2 എന്നുള്ള മാത്രമേ ചെയ്യുള്ളൂ. P1 മാത്രമേ ചെയ്യുള്ളൂ. ഞങ്ങൾ ഹോംവർക്കൊക്കെ ചെയ്ത് നോക്കാം. P1 എന്ന് പറഞ്ഞാൽ എന്നിന് 1 എടുത്താൽ 3 raised to 2 into 1 plus 2 minus 8 into 1 minus 9 is divisible by 8. ഇത് 2 2 4. 3 raised to 4 minus 8 minus 9 is divisible by 8. 3 raised to 4 3 into 3 into 3 into 3 81. 81 minus 9 8 17 is divisible by 8. 81 17 പോയാൽ 64. 64 is divisible by 8. 64 8 കൊണ്ടായിരിക്കും, അത് ട്രൂ ആണ്. അപ്പം അങ്ങനെ P1 is true എന്ന് പ്രൂവ് ചെയ്യും. P of k ചെയ്തും P of k plus 1 ചെയ്തും. അങ്ങനെ P of k plus 1 നമ്മളിങ്ങനെ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് ഇവിടെ. ഒരു ആഡ് ചെയ്യും, ഒരു അഡീഷനും ഒരു അതിൻ്റെ സബ്ട്രാക്ഷനൊക്കെ വരുന്നുണ്ട്. അങ്ങനെ P of k plus 1 is true. അങ്ങനെ P of n is true for all n. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു മെത്തേഡ് എന്നതാണ്. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ. 2 ടൈപ്പ് ഉണ്ടെങ്കിൽ ഒന്നിങ്ങനെ ആഡ് ചെയ്ത് പോകുന്ന സ്റ്റേറ്റ്മെൻറ്റ്, അതിന് P1 ഒക്കെ കാണുന്ന വേറെ രീതിയുണ്ട്. പിന്നെ മൊത്തത്തിൽ അങ്ങനെ ആഡ് ചെയ്യുന്നല്ലാതെ മൊത്തത്തിൽ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ ഡയറക്റ്റായിട്ട് ഇങ്ങനെ തരിക, അതാണ് ഇപ്പോൾ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഡയറക്റ്റായിട്ട് തന്നെ P1 ഉം Pn ഉം Pk ഒക്കെ ഡയറക്റ്റായിട്ട് നമുക്ക് കൊടുക്കുകയും ചെയ്യാം. പേരൊക്കെ സ്റ്റെപ്പ് ഒന്ന് തന്നെയാണ്. ആദ്യം P1 is true എന്ന് പ്രൂവ് ചെയ്യാം, പിന്നെ P of k എഴുതി അസ്യൂം ചെയ്യുക, പിന്നെ P of k plus 1 എഴുതി വെക്കുക, പിന്നെ P of k plus 1 എന്നുള്ള ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്ന് പ്രൂവ് ചെയ്യുക. LHS RHS ഒക്കെ എടുത്തിട്ട് ഏതെങ്കിലും വിധേന ശരിയാണെന്ന് പ്രൂവ് ചെയ്യുക. അതോടുകൂടി P of k plus 1 is true എന്ന് ചെയ്തു. P of n is true for all n. ഏത് ക്വസ്റ്റ്യൻ വന്നാലും, എത്ര ടഫ് ക്വസ്റ്റ്യൻ വന്നാലും ഇത് പിന്നെ 90% ഭാഗങ്ങൾ 90% ഭാഗം ഇതിൻ്റെ ക്വസ്റ്റ്യൻ അത് നമ്മൾ ചെയ്യാം. കുറഞ്ഞൊരു ഏരിയ മാത്രമേ ചെയ്യാൻ ചിലപ്പം കിട്ടാതെ ഉണ്ടോ, എത്ര ടഫാണെങ്കിലും. P1 is true എന്ന് പ്രൂവ് ചെയ്യാം. P of k എഴുതാം, P of k plus 1 എഴുതാം. P of k plus 1 ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ P of k plus 1 അവസാന സ്റ്റെപ്പ് എന്താണെന്ന് നമുക്കറിയാം, അത് എഴുതിയേക്കാം. അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൻ്റെയും അവസാനത്തിൻ്റെ ഇടയിൽ 1-2 സ്റ്റെപ്പ് നമുക്ക് അറിയാതെ ഉണ്ടാവും. അപ്പം തുടക്കം അവസാനം എന്തായാലും എഴുതിയേക്കാം. അപ്പം തന്നെ മാർക്ക് ഏകദേശം കിട്ടും. വേറെ ക്വസ്റ്റ്യൻ ബൈ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. 2 plus 2 square 2 cube 2 raised to n is equal to 2 into 2 raised to n minus 1. പിന്നെ P1 എന്താ വരിക? P1 എന്നാൽ ഫസ്റ്റ് ടേം മാത്രമേ ഉണ്ടാവും. ആഡ് ചെയ്ത് തരുമ്പോൾ ഇത് പിന്നെ അങ്ങോട്ട് നോക്കരുത്, ഈ 2 മാത്രമേ ഇതാവും. പിന്നെ അങ്ങോട്ട് ഒന്നും നോക്കരുത്. അപ്പുറം 2 into 2 raised to 1 minus 1. അപ്പോൾ 2 is equal to 2 into 2 minus 1 ഉണ്ടാവും. 2 is equal to 2 into 1. 2 is equal to 2. Therefore P1 is true.
അങ്ങനെ P1 ഈസ് ടു എന്ന് വേഗം കിട്ടും. ഇതിനൊന്നും ഒരു പണിയില്ല. P1 ഈസ് ടു എന്ന് എഴുതാനൊരു പണി ഉണ്ടാവില്ല. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് P of K എഴുതുക എന്നുള്ളതാണ്. P of K എഴുതാനൊരു പണിയില്ല. എന്നിന് പകരം K ആയി കൊടുത്തുവെച്ചാൽ മതി. എന്നിന് പകരം K. അപ്പോൾ P of K എന്ന് പറഞ്ഞാൽ 2 + 2 സ്ക്വയർ 2 ക്യൂബ് 2 raised to K 2 × 2 raised to K - 1 ഇക്വേഷൻ നമ്പർ 1. ഇതാണ് P of K. പിന്നെ P of K + 1 എഴുതാം. P of K + 1 എന്നാൽ K + 1 പദങ്ങൾ തുക എന്ന് പറയുമ്പോൾ P of K എന്നുള്ളത് ഫുള്ള് എഴുതണം. 2 ക്യൂബ് എക്സെട്ര + 2 ഇത് P of K ആണ്. അതിൻ്റെ കൂടെ ഒരു ടേം കൂടി ഉണ്ടാവും. P of K + 1 എന്നാൽ K + 1 ടേമിൻ്റെ സമ്മാണ്. ഇത് K ടേമിൻ്റെ സമ്മാണ്. അപ്പോൾ 2 raised to K ൻ്റെ അടുത്തൊരു ടേം കൂടി ഉണ്ടാവും. അത് 2 raised to K + 1 2 സ്ക്വയർ കഴിഞ്ഞാൽ 2 ക്യൂബാണ്. എല്ലാം 2ൻ്റെ പവറാണ്. അപ്പോൾ 2 raised to K കഴിഞ്ഞാലും പിന്നെ 2 raised പവർ തന്നെ ആയും. K കഴിഞ്ഞാൽ മുകളിൽ K + 1 2 കഴിഞ്ഞാൽ 3 3 കഴിഞ്ഞാൽ 4 ഇങ്ങനെയാണ് പോകുന്നത്. ഇപ്പോൾ K കഴിഞ്ഞാൽ പവർ K + 1 ആയി. റൈറ്റ് ഹാൻഡ് സൈഡിൽ Kൻ്റെ സ്ഥാനത്ത് K + 1 കൊടുത്താൽ 2 × 2 raised to K + 1 - 1 2 × 2 raised to K + 1 ഇതാണ് P of K + 1 എന്ന സ്റ്റെപ്പ്. ഇനി നമ്മൾ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് RHSലേക്ക് എത്തിക്കും. LHS എന്താ നമുക്കറിയാം, RHS അറിയാം. LHS തുടങ്ങുക RHSൽ എത്തിക്കുക. അപ്പോൾ അതിന് നടുക്കുള്ള 1-2 സ്റ്റെപ്പ് നമുക്ക് ചിലപ്പോൾ ഒരാൾക്ക് അറിയാതെ ഉണ്ടാവുള്ളൂ. അതൊക്കെ അറിയാം. ഞാൻ ഒന്ന് പ്രൂവ് ചെയ്യാനാവും നോക്കാം. എന്തായാലും തുടക്കത്തെ എല്ലാ സ്റ്റെപ്പും P of K ഇക്വേഷൻ നമ്പർ 1 മായ്ച്ചിട്ടുണ്ട്. നമ്മൾ ഇക്വേഷൻ നമ്പർ 1 നമ്മൾ ഈ ഇത് സ്റ്റെപ്പിൽ എവിടെ നമ്മളത് കൊടുക്കും ചെയ്യുമ്പോൾ എവിടെയെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടാവും. എവിടെ തന്നെ അപ്ലൈ ചെയ്യും. പിന്നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 2 + 2 സ്ക്വയർ 2 ക്യൂബ് 2 raised to K 2 raised to K + 1 ഇതാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഇത് തന്നെ ഇവിടുന്ന് ഇവിടം വരെ നമ്മൾ മായ്ച്ച ഇക്വേഷൻ നമ്പർ 1-ൽ അവിടെ എഴുതിയുണ്ട് 2 × 2 raised to K - 1 പിന്നെ ഒരു 2 raised to K + 1. ഇപ്പോൾ ഇക്വേഷൻ നമ്പർ 1 ഒന്ന് അപ്ലൈ ചെയ്യാം. ഇതും എഴുതാം. ഇക്വേഷൻ നമ്പർ 1 നമുക്ക് അപ്ലൈ ചെയ്യാനൊക്കെ നമുക്ക് കഴിയും. ഇക്വേഷൻ നമ്പർ 1 ഇതിൻ്റെ സ്ഥാനത്ത് 2 × 2 raised to K - 1 എന്നാണ്. RHS ഇതാണ്, ഞാൻ മായ്ക്കുന്നില്ല. RHS എന്ന് പറഞ്ഞാൽ ഇതാണ്. RHS 2 × അങ്ങനെ കിട്ടണം. RHS 2 × 2 raised to K + 1 - 1 അവിടേക്ക് നമ്മൾ എത്തിക്കണം. അപ്പോൾ തുടക്കവും ഈ സ്റ്റെപ്പും അവസാന സ്റ്റെപ്പൊക്കെ എന്തായാലും എല്ലാവർക്കും എഴുതാം. പിന്നെ P of K + 1 ഈസ് ടു ഒക്കെ എല്ലാവർക്കും എഴുതാം. ഇനി എവിടേക്ക് എത്തിക്കാൻ പറ്റുന്ന സ്റ്റെപ്പ് നോക്കാം. 2 × 2 raised to K നമ്മളൊന്ന് ബ്രാക്കറ്റ് മാറ്റിയാൽ 2 × 2 raised to K - 2 + 2 raised to K + 1 ബ്രാക്കറ്റ് മാറ്റിയിട്ടേ ഉള്ളൂ. ഈ 2 × 2 raised to K എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാം. 2 raised to 1 × 2 raised to K എന്നാണ്. 2 raised to 1 × 2 raised to K എന്നാണ് 2 raised to 1 + K എന്നാണ്. A raised to M × A raised to M + N 2 raised to 1 + K എന്നാണ് 2 raised to K + 1 എന്നാണ്. ഇത് ഈ സംഭവം ശരിക്കും 2 raised to K + 1 ആണ്. പിന്നെ ഒരു -2 പിന്നെ ഒരു 2 raised to K + 1. ഇപ്പോൾ 2 × 2 raised to K എന്നുള്ളത് നമ്മൾ പണ്ട് പഠിക്കുന്ന A raised to M × A raised to M + N അപ്ലൈ ചെയ്യുമ്പോൾ 2 raised to K + 1. ഇപ്പോൾ തുടക്കത്തിൽ 2 raised to K + 1 അവസാനത്തിൽ 2 raised to K + 1 നടുക്കൊരു -2 x കൂട്ടിയ 2x എന്നാണ്. ഇപ്പോൾ 2 raised to K + 1 2 raised to K + 1 കൂട്ടിയ 2 2 raised to K + 1 ഉണ്ടാവും. 2 raised to K + 1 2 raised to K + 1 കൂട്ടുമ്പോൾ 2 2 raised to ഇവിടെയാണെങ്കിൽ എഴുതാൻ പോവാണ്. 2 raised to K + 1 2 raised to K + 1 കൂട്ടുമ്പോൾ 2 2 raised to K + 1 പിന്നെ ഒരു -2 ഉണ്ട്. ഒന്ന് 2 ഇങ്ങ് പുറത്തെടുത്താൽ എന്തായാലും അറിയാം 2 raised to K + 1 - 1 അതിനാണ് പ്രൂവ് ചെയ്യേണ്ടത്. 2 × 2 raised to K + 1 - 1 ആണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ പ്രൂഫ് കംപ്ലീറ്റ് ആയി. അപ്പോൾ P of K + 1 ഈസ് ട്രൂ. Therefore P of N is true for all natural numbers. വേറെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് അറിയുമോ? P of N എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് 1 × 2 1.2 നല്ലത് 1 × 2 ആണ്. 1 × 2
2 into 3, 3 into 4, n into n plus 1 is equal to n into n plus 1 into n plus 2 by 3. P of n 1 into 2, 2 into 3, 3 into 4, n into n plus 1 is equal to n into n plus 1 into n plus 2 by 3. P1 മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. P1 എന്ന് പറഞ്ഞാൽ 1 ഈ സൈഡിൽ 1 ഈ ടേം മാത്രമേ എഴുതിയായി. ഇത് ആഡ് ചെയ്ത് പോകുന്നതുകൊണ്ട് ഫസ്റ്റ് ടേം മാത്രം മതി. ഇനി ആ സൈഡിലേക്ക് മാത്രമേ നോക്കാവൂ. എന്നിന് 1 കൊടുക്കുക. 1 ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു 1 പ്ലസ് 2 ബൈ 3. ഇവിടെ 2, ഇവിടെ ഒരു 1ഉം ഒരു 2ഉം ഒരു 3ഉം ബൈ 3ഉം 3 വെട്ടിയാൽ 1 into 2, 2 is equal to 2, therefore P1 is true. P1 is true. പിന്നെ P of k is true എന്ന് എടുക്കുക. P of k എടുക്കുക, P of k plus എന്ന് എടുക്കുക. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സ്റ്റാർട്ട് ചെയ്യുക, ഇക്വേഷൻ നമ്പർ 1 അപ്ലൈ ചെയ്യുക. അങ്ങനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. ഒരു ക്വസ്റ്റിനോടെയും 1/2 plus 1/4 plus 1/8 etc. 1/2 raised to n is equal to 1 minus 1/2 raised to n. P1 അത് P of n എന്ന് എടുക്കുകയാണ്. P1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം മാത്രമേ എഴുതിയാൽ മതി. ഇത് ആഡ് ചെയ്ത സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇങ്ങോട്ട് ഒന്നും നോക്കരുത്. റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്നിൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കുക. n എവിടെയുള്ള ആളെ 1 കൊടുക്കുക. അപ്പോൾ 1 minus 1/2 raised to 1. അപ്പോൾ 1/2 is equal to 1 minus 1/2. 2 raised to 2 ആണ്. 1 നിന്ന് 1/2 പോയാൽ 1/2 തന്നെ. അപ്പോൾ 1/2 is equal to 1/2. P1 is 2. അപ്പോൾ P1 is 2 വേഗം കിട്ടും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് P of k എടുക്കും, പിന്നെ P of k plus 1 എടുക്കും. അത് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. P of k എന്ന് പറഞ്ഞാൽ എന്നിൻ്റെ സ്ഥാനത്ത് k എന്ന് കൊടുക്കുക. P of k എന്ന് പറഞ്ഞാൽ എന്നിൻ്റെ സ്ഥാനത്ത് k കൊടുത്താൽ മതി. ഇപ്പോൾ P of k എന്ന് പറഞ്ഞാൽ 1/2 plus 1/4 plus 1/8 extra plus 1/2 raised to k. 1/2 raised to k is equal to 1 minus 1/2 raised to k എന്നുണ്ടാവും. അതാണ് P of k. അത് ഒരു പണിയുമില്ല. എന്നിന് മായ്ച്ചാടെ k എന്ന് എഴുതിച്ചാൽ മതി. ഇനി P of k plus 1 എഴുതാൻ പോകാം. P of k plus 1 ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഇപ്പോൾ P of k ഫുള്ള് എഴുതണം. P of k ഫുള്ള് എഴുതിയതിന് ശേഷം ഒരു ടേമും കൂടി ഉണ്ടാവും. P of k plus 1 ഒരു ടേമും കൂടി അധികം വരും. k plus 1 പദങ്ങൾ തുകയാണ്. പിന്നെ തൊട്ടടുത്തുള്ള ടേം എന്തൊക്കെ 1/2 ആവും. ഇത് 2 ആണ്, 2 സ്ക്വയർ ആണ്, 2 ക്യൂബ് ഇങ്ങനെ പോവുകയാണ്. 2 raised to k കഴിഞ്ഞാൽ 2 raised to k plus 1 ആയിരിക്കും. റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്നിൻ്റെ കെൻ്റെ സ്ഥാനത്ത് k plus 1 കൊടുക്കുക. ഇപ്പോൾ 1 minus 1/2 raised to k plus 1 ഇവിടേക്കാണ് എത്തിക്കുന്നത്. ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇതാണ്, റൈറ്റ് ഹാൻഡ് സൈഡ് ഇതാണ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമ്മളിങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവന്നത് ഈ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് നമ്മൾ എത്തിക്കും. ഇക്വേഷൻ നമ്പർ 1 ഉപയോഗിക്കുകയും ചെയ്യും. പിന്നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈക്വൽ ഇവിടുന്ന് ഇവിടം വരെ എന്തായിരിക്കുന്നറിയോ, അതുണ്ട് അവിടെ 1 minus 1/2 raised to k എന്നാണ്. പിന്നെ ഒരു 1/2 raised to k plus 1 കൂടിയാണ് ഇതാണുള്ളത്. 1 minus 1/2 raised to k ഇക്വേഷൻ നമ്പർ 1 ആണ്. പിന്നെ പ്ലസ് 1/2 raised to k plus 1. ഇത് നമ്മളിങ്ങനെ സിംപ്ലിഫൈ ചെയ്യും. ഇപ്പോൾ ഇക്വേഷൻ നമ്പർ 1 ഉപയോഗിച്ച് കഴിഞ്ഞ് ഇനി ഇക്വേഷൻ നമ്പർ 1 ഒന്നും ഇനി വേണ്ട. ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിട്ടിയ സ്റ്റെപ്പാണ്. ഇനി 1-2 സ്റ്റെപ്പ് കഴിഞ്ഞാൽ നമുക്ക് RHSലേക്ക് പോകും. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ പ്ലസ്സിൽ ആദ്യം എഴുതി, ഇത് പിന്നെ എഴുതി. ഇത് ഞാനിതൊന്ന് സിംപ്ലിഫൈ ചെയ്യും. എന്നിട്ട് 1ഉം അതും കൂടി ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യും. അപ്പോൾ നമുക്ക് ആ റൈറ്റ് ഹാൻഡ് സൈഡ് കിട്ടണം. ഈ സിംപ്ലിഫൈ അടുക്ക് ചെയ്യണം.
ഈ 1 ആണ് നിൽക്കട്ടെ. 1/2 റേസ് ടു k + 1 - 1/2 റേസ് ടു k. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2 റേസ് ടു k + 1 എന്ന് പറഞ്ഞാൽ ശരി 2 റേസ് ടു k × 2 എന്നാണ്. 2 റേസ് ടു k + 2 റേസ് ടു k × 2 റേസ് ടു 1 എന്ന് വേണം എഴുതാം. അതിൽ 1/2 റേസ് ടു k പുറത്തെടുത്താൽ ഡിനോമിനേറ്ററിൻ്റെ അകത്ത് 2 റേസ് ടു k ഉണ്ടല്ലോ. അപ്പോൾ 1/2 - 1 എന്നുണ്ടാവും. ഈ ഒരു 1/2 റേസ് ടു k ഉണ്ട്. 1/2 - 1 പറഞ്ഞാൽ -1/2. 1/2 ഹാഫ് എന്ന് 1 വെച്ചാൽ പിന്നെ -1/2. അപ്പോൾ ഇത് -1/2 റേസ് ടു kയും ഒരു 1/2 ഉണ്ടാവും. അപ്പോൾ -1/2 റേസ് ടു k + 1 ഉണ്ടാവും. 2 റേസ് ടു kയും 2 കൂടി ഒന്ന് അടിയിൽ 2 റേസ് ടു k + 1 -1/2 റേസ് ടു k + 1. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോഴാണ് വരുന്നത്. അതിൻ്റെ അപ്പുറം ഒരു 1 ഉണ്ട്. അപ്പോൾ എന്താ വരിക എന്നറിയാം. നമ്മൾ ചെയ്ത് വരുന്ന സ്റ്റെപ്പ് P of k + 1 എന്ന സ്റ്റെപ്പല്ല ഇവിടെ എന്തായി 1 ഇത് 1ഉം ഇത് രണ്ടും കൂടി കൂട്ടി കിട്ടിയപ്പോൾ ഈ മൈനസ് കിട്ടി. -1/2 റേസ് ടു k + 1. അതിനാണ് പ്രൂവ് ചെയ്യേണ്ടത്. 1 - 1/2 റേസ് ടു k + 1 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് തന്നെയാണ്. അപ്പോൾ അവിടേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. പിന്നെ സാധാരണ തന്നെ P of k + 1 ഈസ് ട്രൂ എന്ന് എഴുതും. പിന്നെ P of n ഈസ് ട്രൂ ഫോർ ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. ഇവിടെ നമ്മൾ ചെയ്യാൻ എടുക്കുന്ന ഏത് ക്വസ്റ്റ്യനാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ക്ലാസ് ആദ്യം ക്ലിയർ ആയിട്ട് കാണാം. 1-2 പ്രാവശ്യം ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് കാണാം. പിന്നെ നോട്ട് ചെയ്തെടുക്കുക. നോട്ട് കംപ്ലീറ്റ് ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതോടുകൂടി പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, ക്ലിയർ ആയിരിക്കും. അതിന് ശേഷം ഒരു 10 പ്രാവശ്യം എഴുതുക. കാരണം ഇപ്പോഴേ നിങ്ങൾ എഴുതി പഠിക്കാൻ കഴിയുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ സമയം ഉണ്ടാവില്ല. അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് 3 കാര്യം ചെയ്യുക. 1 ക്ലാസ് കൃത്യമായി കാണാം. ഡൗട്ട് വരികയാണെങ്കിൽ ക്ലാസ് വീണ്ടും ക്ലാസ് കാണാം. 1-2 പ്രാവശ്യം ക്ലാസ് കാണേണ്ടതിന് ശേഷം നോട്ട് ചെയ്തെടുക്കുക. നോട്ട് ക്ലിയർ ആയിട്ട് ഒന്നും വിട്ടുപോകാതെ എല്ലാ സ്റ്റെപ്പും എഴുതിക്കൊണ്ട് നോട്ട് കംപ്ലീറ്റ് ആക്കുക. അതിനുശേഷം ഒരു മിനിമം 10 എന്ന രീതിയിൽ ഇപ്പോൾ അതിന് സമയമുണ്ട് എഴുതി പഠിക്കുക. അങ്ങനെ എഴുതി പഠിച്ചതോടുകൂടെ പിന്നെ മാത്സ് പിന്നെ ഒരു വിഷയം ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. ഇതാണ്. ഇനി ഇതിൻ്റെ ടെസ്റ്റ് പേപ്പറിലേക്കാണ് നമ്മൾ പോവുക. പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ടെസ്റ്റ് പേപ്പർ കഴിഞ്ഞ് ഉടനെ നമ്മൾ വേറൊരു ചാപ്റ്ററിലേക്കായും അടുത്ത് തന്നെ പോവാം. ഓക്കെ.